ഇറാൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരു വലിയ സമ്മാനം അമേരിക്ക നൽകിയാലോ? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൗതുകമായി തോന്നും. കാരണം അമേരിക്ക നിരന്തരം റഷ്യയെ എതിർക്കുന്ന രാജ്യവും റഷ്യ നിരന്തരം അമേരിക്കയെ എതിർക്കുന്ന രാജ്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എന്ത് സമ്മാനമായിരിക്കും റഷ്യയ്ക്ക് നൽകാൻ പോവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക എന്നിവ തമ്മിലുള്ള യുദ്ധം മൂലം ആഗോള സംഘർഷങ്ങൾ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അസംസ്കൃത എണ്ണ വിലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചപ്പോൾ മറുവശത്ത് ഇറാൻ ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള എണ്ണക്ഷാമം ഉണ്ടാക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. ഈ പ്രതിസന്ധിക്കിടയിൽ എണ്ണക്ഷാമം തടയുന്നതിനുള്ള ഒരു വലിയ സൂചന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ആഗോള എണ്ണ വിപണി സ്ഥിരപ്പെടുത്തുന്നതിന് ചില രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ താൽക്കാലിക ഇളവ് വരുത്തുന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധം മൂലമുണ്ടാകുന്ന അസംസ്കൃത എണ്ണ വിലയിലെ കുത്തനെയുള്ള വർധന തടയുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയായിരിക്കാം ഇത്. ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് എണ്ണ വിതരണം വർദ്ധിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം സജീവമാണെന്നും ഹോർമൂസ് കടലിടുക്കിൽ സമാധാനം സ്ഥാപിക്കുന്നതുവരെ ഉപരോധങ്ങളിൽ ഇളവ് വരുത്താമെന്നും ഉറപ്പു നൽകി. ലോകത്ത് എണ്ണക്ഷാമം അനുവദിക്കില്ലെന്നും ഇയാൾ വ്യക്തമാക്കി, അതായത് ഡൊണാൾഡ് ട്രംപ്. അസംസ്കൃത എണ്ണവില 25% ഉയർന്നതും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ബഹ്റൈനിലെ പെട്രോളിയം കോംപ്ലക്സിൽ ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ ഇറാൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേസമയം യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് തീരുമാനിക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറുവശത്ത് ഇറാന്റെ നാവികസേന ഇപ്പോൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ട്രംപിന്റെ പ്രസ്താവനകളുടെയും റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുന്നതിന്റെയും സൂചനകളുടെയും ആഘാതം വിപണിയിൽ നേരിട്ട് കാണാമായിരുന്നു. തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 25% ഉയർന്ന ബാരലിൽ $115 എത്തിയത്. ട്രംപിന്റെ ഇടപെടൽ ഉറപ്പിനെ തുടർന്ന് ഇത് ഏകദേശം $91 കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. ഇതിനിടെയാണ് റഷ്യയിൽ നിന്നും ഇപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഉപരോധങ്ങൾ ട്രംപ് നീക്കാനായിട്ട് ഒരുങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇത് ട്രംപിന്റെ സമ്മാനമൊന്നുമല്ല. ഈ നീക്കം നടത്തിയില്ലെങ്കിൽ ലോകത്ത് വലിയ എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. അത് പതിയെ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോകും. പിന്നെ ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. അമേരിക്കയെ തന്നെ തിരിഞ്ഞു കുത്തുമെന്നുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ഒരു നയമാണ് ഇത്. അല്ലെ, ട്രംപിന് ഇങ്ങനെ ചെയ്തേ മതിയാവും, ട്രംപ് നിർബന്ധിതനായതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ട്രംപ് അത് സമ്മതിക്കാൻ തയ്യാറാകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.